Assalamualaikum warahmatullah. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. വിഷയം ഇവിടെ നേരത്തെ പറഞ്ഞു. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. മാത്രമല്ല ഈ സാമ്പത്തിക വിഷയമാകുമ്പോൾ പല ആളുകൾക്കും പല രൂപത്തിൽ അതവർക്ക് അനുകൂലമായ രൂപത്തിൽ ഉത്തരം കിട്ടുന്നത് വരെ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക കാര്യങ്ങൾ. ഇമാം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു മനുഷ്യന്റെ നെറ്റിയിലെ നിസ്കാര തഴമ്പ് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതനാകണ്ട, അവന്റെ നിങ്ങളെ കുപ്പായം കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതനാകണ്ട. നിങ്ങൾ അവരുടെ കയ്യിൽ ദീനാറും ദൃഹമും വെച്ചു കൊടുക്കുക. ദീനാറും ദൃഹമും അവരെ കയ്യിലുണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന അടിസ്ഥാനത്തിലാണ് നമുക്ക് അവരുടെ തഖ്വ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക വിഷയത്തിലാണ് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. പലരും സാമ്പത്തിക ഇടപാടുകളിൽ ഏറെ സൂക്ഷ്മത പാലിക്കാൻ, അതുപോലെ തന്നെ അതിൽ വിശുദ്ധി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുക. അതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ചരിത്രവും ഒരു മനുഷ്യനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ ഒരു അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യാത്രയുടെ അടയാളങ്ങൾ അവരുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. അത് പറയാൻ കാരണം യാത്രക്കാരുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്. യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള പ്രാർത്ഥന അതങ്ങനെയുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, അവരുടെ ശരീരം കണ്ടാൽ ഒരു യാത്രയുടെ ലക്ഷണമുണ്ട്. പക്ഷെ എന്താണ്, എങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക? കാരണം മശ്റബവും ഹറാം, കുടിക്കുന്നത് ഹറാം, മഅ്കലും ഹറാം, തിന്നുന്നത് ഹറാം, മൽബസവും ഹറാം, ധരിച്ചതും ഹറാം. എന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇസ്തജാബ. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഉത്തരം നൽകുക എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മുടെ കയ്യിൽ വരുന്ന പൈസ, നമ്മുടെ സമ്പത്ത് അത് ഹലാലായതായിരിക്കണം, അത് ശുദ്ധിയുള്ളതായിരിക്കണം. ഒരു കാരണവശാലും അതിൽ ഹറാമ് കടന്നുകൂടാൻ പാടില്ല, അനർഹമായത് നാം നേടിയെടുക്കരുത് എന്ന് വളരെ നിർബന്ധം. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ നിസായിലെ 29-ാമത്തെ ആയത്തും രണ്ടും ഒരേപോലെയാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ പരസ്പരം ബാത്തിലായിട്ട്, പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാത്തിലായി നിങ്ങൾ ഒരാളും തിന്നരുത്, ഭക്ഷണം കഴിക്കരുത്. അതുപോലെ കച്ചവടത്തിൽ ആകാം, അതെങ്ങനെ ആയിരിക്കണം, അതിന് തന്നെ ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഷർത്തുകൾ രണ്ടെണ്ണം പറയുന്നത്, ഒന്ന് ഖിയാറുൽ മജ്ലിസും ഖിയാറുൽ ഷർത്തുമാണ്. ഖിയാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് രണ്ടാളും തമ്മിൽ പറഞ്ഞ് അവസാനം വാങ്ങാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാനില്ല എന്ന് പറഞ്ഞാൽ ആ കച്ചവടം അത് നമ്മൾ മാറ്റണം, അഥവാ ആ കച്ചവടം സാധുവല്ല, അതായത് കഴിഞ്ഞു. പക്ഷെ ഈ കാലത്ത് അത് നടക്കൂല. എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. തമാശക്ക് ചില ആളുകൾ ഇപ്പോ അതൊരു മാഫിയായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അവര് പറയും, നീ സ്ഥലം വിൽക്കുന്നു എന്ന് ചോദിക്കും, തമാശക്ക് പറഞ്ഞായിരിക്കും, പറഞ്ഞ ഇനി വിടൂല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ ആളുകൾ സ്ഥലം വാങ്ങുന്നവരുണ്ട്. അപ്പൊ കച്ചവടത്തിൻ്റെതായാലും മറ്റ് ഇടപാടുകളായാലും ആ ഇടപാടുകളിലെല്ലാം തന്നെ ബാത്തിലായ രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ധനവും എത്താൻ പാടില്ല. അത് അടിസ്ഥാനപരമായൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കിട്ടിയ ധനമുണ്ടല്ലോ, അത് ഒരേ വിദ്യാഭ്യാസമുള്ള ആള്, ഒരേ കച്ചവടം തുടങ്ങിയ ആളുകൾ രണ്ടുപേരും നടത്തിയിട്ട് അവസാനം ഒരാൾക്ക് നല്ല ലാഭവും ഒരാൾക്ക് കുറയും ചെയ്യാം.
അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അല്ലാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. എങ്ങനെ പരീക്ഷിക്കുന്നത്? നമ്മുടെ കയ്യിൽ പൈസ തന്നിട്ട് ഇത് എങ്ങനെ ചെലവഴിക്കും, അതിൽ അർഹതയുള്ളത് നമുക്ക് എടുക്കാം, ബാക്കിയുള്ളത് നമ്മുടെ അർഹതപ്പെടാത്തത് അതിൽ നിന്ന് 2.5% നമ്മൾ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവുള്ളൂ. ഇല്ലെങ്കിൽ ആ സക്കാത്ത് അവിടെ അവിടെ തന്നെ നിൽക്കും. അത് അടുത്ത വർഷവും അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വലിയൊരു തുക നമ്മൾ സക്കാത്ത് കൊടുക്കാത്ത രൂപത്തിൽ ഇവിടെ കെട്ടിക്കിടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങളെ പറ്റി ഒരു മുന്നറിയിപ്പ് നൽകിയത് സക്കാത്ത് ഇതുപോലെ കൊടുക്കാതെ അങ്ങനെ ബാക്കിയാക്കി വെക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. അവർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകും. അത് ഏത് രൂപത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല രീതിയിലും അത് വരാം. അതുകൊണ്ട് അത് ശുദ്ധിയാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനാറും ദിർഹമുമായിരുന്നു അന്ന് ഉപയോഗിച്ചത്. 200 ദിർഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 ദീനാർ, ഇത് രണ്ടുമാണ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അതെത്ര? 2.5%. ആ 2.5% സക്കാത്ത് കൊടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്. എന്നാൽ നാൽക്കാലികളുടെ കൃഷി ഇന്നില്ല. അതുപോലെ ആടിനെ വളർത്തുന്നവരാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഫാം ഉണ്ടെങ്കിൽ ആ ഫാമിൽ ഇപ്പൊ നമുക്കൊരു 35 ആടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൊടുക്കണ്ട. അത് 39 ആയാലും കൊടുക്കണ്ട. 40ാമത്തെ ഒരു കുട്ടിയെ പ്രസവിച്ചപ്പോ 40 ആടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാടിനെ കൊടുക്കണം. കൃഷിയാണെങ്കിൽ 6 വസ്ക് എന്ന് പറഞ്ഞാൽ 6 കിൻഡൽ നെല്ല് കിട്ടുന്ന ഒരു കൃഷി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഇപ്പം പല ആളുകൾക്കും പല സ്ഥലത്തും റബ്ബർ എസ്റ്റേറ്റ്, അവിടെ കാപ്പി ഉണ്ടാകാം, കുരുമുളക് ഉണ്ടാകാം, ഇനി അതല്ലെങ്കിൽ തേങ്ങയാവാം. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നാണ്യവിളയായതുകൊണ്ട് അതിന്റെ വരുമാനം നമ്മുടെ കയ്യിലെത്തുകയും ആ വരുമാനം ഒരു വർഷം നമ്മുടെ കയ്യിൽ ഉണ്ടായത് ഒരു വർഷം തികഞ്ഞു. ആ ഒരു വർഷത്തെ എത്ര കണക്കാക്കുക? 590 ഗ്രാം വണ്ടിയുടെ വില, അതുപോലെ 60,000 അല്ലെങ്കിൽ 70,000 രൂപയുടെ അടുക്ക എത്തിയാൽ അതൊരു വർഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5% കൊടുത്താൽ നമ്മുടെ ആ സമ്പത്ത് ശുദ്ധിയായി. അത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാം. ഇപ്പൊ ഈ സ്വർണത്തിന് വില കൂടിയപ്പോ കുറച്ചു മുമ്പേ അതിന്റെ കണക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 10 പവനാണല്ലോ കണക്കാക്കുന്നത് 85 ഗ്രാമിൽ. അന്ന് 20 ദീനാറിന്റെ കണക്ക്. അപ്പൊ 10 പവൻ ഉണ്ടാകുമ്പോൾ മുമ്പ് കൊടുത്തിരുന്നതിന്റെ ഇരട്ടി കൊടുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പൊ പറയുന്നത് ഉപയോഗിക്കുന്നതിന് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ മസാലകൾ, അങ്ങനെ ഒരുപാട് മസാലകളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉത്തരം കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് കൊടുക്കണ്ടെന്നാ വേണ്ടത് അത് പറയുന്ന ഒരുപാടാണ്. ഇങ്ങനെ ആഭരണത്തിന് കൊടുക്കണ്ട, അപ്പൊ സമാധാനമല്ല. എന്നാ പിന്നെ എല്ലാ ആഭരണമാണ്. ആഭരണം നമ്മളെ കയ്യിലുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഉരുട്ടി വെച്ചതൊന്നല്ലല്ലോ അധികം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് 100 പവൻ ഉണ്ടെങ്കിൽ 100 പവനും കൊടുക്കണ്ടില്ല. അങ്ങനെ ഉത്തരം കിട്ടും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ അതെന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അത് അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് തൗബയിലായിട്ടുണ്ട്. അഥവാ സ്വർണവും വെള്ളിയും നമ്മൾ സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ. ഇപ്പൊ വില കൂടാൻ തന്നെ കാരണം അതാണ്. എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു, സ്വർണത്തിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോ അത് സമ്പത്തായി വെക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. അങ്ങനെ വെക്കുന്നതിന്, അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ കുറ്റം കിട്ടുന്നത് പരലോകത്ത്. എന്നിട്ട് അതിൽ ചെലവഴിക്കാതെ സക്കാത്ത് കൊടുക്കാതെ അതങ്ങനെ തന്നെ നിങ്ങൾ വെച്ചാൽ പരലോകത്ത് വെച്ച് നമുക്കതിന് കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളിൽ പുറത്തും മുഖത്തും ചൂട് വെപ്പിക്കും. അത് എന്ന് പറഞ്ഞാൽ ഉരുക്കി ചൂടാക്കി നമ്മുടെ ശരീരത്തിൽ വെച്ച് അത്ര വലിയ അതികഠിനമായ ശിക്ഷ നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് സ്വർണത്തിന്റെ സക്കാത്ത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അത് പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ അതിന് നമ്മളെ കുടുംബ വ്യവസ്ഥ അനുസരിച്ച് ചിലപ്പോ അതിന് നമ്മുടെ സ്വർണത്തിന് പല ഉടമസ്ഥയില്ലാത്ത അവസ്ഥയാണ്.
എന്ന് പറഞ്ഞാൽ ഉപ്പ മക്കൾക്ക് കൊടുക്കും. മക്കൾക്ക് അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമാണെങ്കിൽ അതിന്റെ കൊടുക്കേണ്ടത് ആ കൊടുത്ത ഗൃഹനാഥനെ ഉപ്പ കൊടുക്കണം അതിന്റെ സക്കാത്ത്. ഉപയോഗിക്കാൻ മാത്രമല്ല, അത് നിനക്ക് എന്ന് പറഞ്ഞ് കൊടുത്തതാണെങ്കിൽ അതിന്റെ സക്കാത്ത് ആ കിട്ടിയ ആള്, മകളാണെങ്കിൽ മകൾ കൊടുക്കണം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തീരുമാനിക്കുക, അതനുസരിച്ച് അത് സക്കാത്ത് കൊടുക്കുക, അതോടുകൂടി അത് നമ്മുടെ ശുദ്ധിയായി. സാമ്പത്തിക രംഗം വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നന്നായി, അതായത് സാമ്പത്തികമായി ഉയർച്ച കച്ചവടത്തിലും കാണുന്നത് ഇതൊന്നും കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ആളുകൾക്കായിരിക്കും. എന്നിട്ട് അവരെ മക്കളും വലിയ കച്ചവടക്കാരെ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന അങ്ങനെ വലിയ ആളുകളായി മാറിയാലും അതിൻ്റെ ഒരു പര്യവസാനം ഉണ്ടോ? അവസാനം. ആ അവസാനം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് അവർക്ക് നാശമുണ്ട്, വളർച്ച ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു കുട്ടി അത് മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊരു വലിയ പരീക്ഷണമായിട്ടാണ് നമുക്ക് വരിക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് അതിന്റെ സക്കാത്ത് കൊടുത്ത് സമ്പത്ത് മുഴുവൻ കണക്കാക്കി അതിന് നൽകിയാൽ, 2.5% നൽകിയാൽ അത് നമ്മുടേതായി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇതൊരു പരീക്ഷണമാണ്. സമ്പത്തിനോട് നമുക്കൊരാഗ്രഹം ഉണ്ടാകും, മക്കളും സമ്പത്തും അത് വലിയ ആകർഷണം, ഒരു ജീനത്തിൽ ആണ്, ഒരു ആകർഷണം. അത് നമുക്ക് വലിയ അലങ്കാരമാണ്. ആ അലങ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖം വികൃതമാകുന്ന രൂപത്തിലേക്കായി മാറും. അതാവാതിരിക്കാൻ സാമ്പത്തിക രംഗം ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഓരോന്നും അത് ഹലാലായത് മാത്രമാകാൻ വേണ്ടി, അത് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവൻ മറ്റ് ഇടപാടുകളിലും ശ്രദ്ധിച്ച് ദീനി ചുറ്റുപാടിൽ നമ്മുടെ മക്കളെയും വളർത്തി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ സമയം, നാളെ തിങ്കളാഴ്ച എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് ആണ് നമ്മളിതിന് സമയം കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി തരുമാറാകട്ടെ. സാമ്പത്തിക രംഗത്ത് വളരെ അച്ചടക്കത്തോടെ വളരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും ഹലാലായത് മാത്രം നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ കഴിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.